ഞാൻ ഇന്ന് ഹയർ സെക്കൻഡറി ഇക്വാലൻസ് കോഴ്സ് അഥവാ ഹയർ സെക്കൻഡറി തുല്യതാ കോഴ്സ് എന്ന വിഷയത്തിലെ സ്റ്റാറ്റിസ്റ്റിക്സ് ഫോർ എക്കണോമിക്സ് എന്ന സബ്ജക്റ്റാണ് എടുക്കാൻ പോകുന്നത്. സ്റ്റാറ്റിസ്റ്റിക്സ് ഫോർ എക്കണോമിക്സ് അതിലെ ഒന്നാമത്തെ ചാപ്റ്റർ ആവുന്ന പാഠമാവുന്ന സാംഖികം ആമുഖം എന്ന് പറയുന്ന ചാപ്റ്ററാണ് എടുക്കുന്നത്. അതിൽ ഒന്നാമത്തെ സെക്ഷൻ എന്താണ്? സാമ്പത്തിക ശാസ്ത്രം എന്ത് എന്നുള്ളതാണ് ഒന്നാമത്തെ സെക്ഷൻ വിവരിക്കുന്നത്. എന്താണ് ഈ സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയുന്നത്? കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ കമ്പോളത്തിൽ വരുന്നതായും ആ സാധനങ്ങൾ ഉപഭോക്താക്കൾ വാങ്ങുന്നതായും നമുക്ക് കാണാൻ സാധിക്കും, അല്ലേ? നമ്മുടെ റിസോഴ്സുകൾ കൃഷി ചെയ്തൊക്കെയാണ് പല റിസോഴ്സുകളും നമ്മുടെ കൈകളിലേക്ക് എത്തുന്നത്. അപ്പൊ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ എവിടെ എത്തും? കമ്പോളങ്ങളിൽ, അതായത് മാർക്കറ്റ് എന്ന് പറയുമ്പോൾ ജനങ്ങൾ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി ഒത്തുകൂടുന്ന സ്ഥലമാണ് കമ്പോളങ്ങൾ, മാർക്കറ്റ് എന്ന് പറയുന്നത്. അവിടേക്ക് ഈ കൃഷി ഉൽപ്പന്നങ്ങളെല്ലാം വരുന്നതായും ഉപഭോക്താക്കൾ അതെന്ത് ചെയ്യും? വാങ്ങുന്നു. ഉപഭോക്താക്കൾ എന്ന് പറയുന്നത് ആരാണോ ഒരു പ്രോഡക്റ്റിന് അവസാനമായി അതിനെ കൺസപ്ഷൻ ചെയ്യുന്നത്, എപ്പോഴാണ് അത് കൺസപ്ഷൻ ആവുന്നത്, ഉപയോഗിക്കപ്പെടുന്നത്, അവരെയാണ് ഉപഭോക്താക്കൾ എന്ന് പറയുന്നത്. അതായത് കൃഷിയിൽ നിന്ന് കിട്ടുന്ന വസ്തുക്കൾ കടകളിൽ ഇരിക്കുന്നതൊന്നും ഉപഭോക്താക്കളല്ല, കടക്കാരൊന്നും ഉപഭോക്താക്കളല്ല. എപ്പോഴാണോ അതൊരാൾ ഉപയോഗിക്കുന്നത് അപ്പോഴാണ് അവരെയാണ് ഉപഭോക്താക്കൾ എന്ന് നമുക്ക് പറയാൻ സാധിക്കുക. അപ്പൊ ഇതിൽ ഉൽപാദനം, ഉപഭോഗം, വിതരണം എന്നീ അടിസ്ഥാനമായ സാമ്പത്തിക പ്രവർത്തനങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്നു, അല്ലേ? ഉൽപ്പാദിപ്പിക്കുന്നത് ആരാണ്? കൃഷിക്കാരാണ്, കർഷകരാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. വിതരണം അതെന്ത് ചെയ്യുന്നു? അതിനെ നമ്മൾ കമ്പോളങ്ങളിൽ കൊണ്ടുപോയി വിതരണം ചെയ്യുന്നു. ആ വിതരണം ചെയ്തതിനെ എന്ത് ചെയ്യുന്നു? ഉപഭോഗം ചെയ്യുന്നു, കൺസപ്ഷൻ ചെയ്യുന്നു. നമ്മളാണ് അതിനെ ഉപഭോഗം ചെയ്യുന്നത്. അപ്പൊ ഈ 3 കാര്യങ്ങളാണ് ഒരു സാമ്പത്തിക പ്രവർത്തനത്തിൽ നടക്കുന്നത്: ഉൽപാദനം, ഉപഭോഗം, വിതരണം. വിതരണമാണ് രണ്ടാമതായി വരുന്നത്. വിതരണം ചെയ്ത ശേഷമാണ് അത് ഉപഭോഗത്തിൽ എത്തുന്നത്. ഇനി നമുക്ക് എന്താണ് സാമ്പത്തിക പ്രവർത്തനങ്ങൾ എന്താണെന്ന് നോക്കാം. നിയമപരമായ ജോലികളിൽ ഏർപ്പെടുകയും പ്രതിഫലം പറ്റുകയും ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് സാമ്പത്തിക പ്രവർത്തനങ്ങൾ. അതായത് നമ്മൾ ചെയ്യുന്ന ജോലികൾ നിയമപരമായതായിരിക്കണം. അത് എഴുതേണ്ട ഒരു പോയിന്റാണ്. കാരണം നമുക്ക് എങ്ങനെ വേണമെങ്കിലും സമ്പാദ്യം ഉണ്ടാക്കാൻ പറ്റും, പക്ഷെ അത് നിയമപരമായിരിക്കണം എന്നുള്ളതാണ് ശരിയായ രീതി. കാരണം തെറ്റായ രീതിയിലൂടെ നമുക്ക് സമ്പത്തുകൾ ഉണ്ടാക്കാൻ സാധിക്കും, അല്ലേ? ഓൺലൈൻ ചീറ്റിംഗ് ഉണ്ട്, പിന്നെ വിസ തട്ടിപ്പുണ്ട്, ഇങ്ങനെ പല നിയമപരമല്ലാത്ത രീതിയിൽ ആളുകൾ സമ്പാദിക്കുന്നുണ്ട്. ടാക്സുകൾ അടയ്ക്കാതെയൊക്കെ സമ്പാദിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ നിയമപരമല്ല. അപ്പൊ ഇവിടെ എഴുതേണ്ട പോയിന്റ് എന്താണ്? നിയമപരമായ ജോലികളിൽ ഏർപ്പെടുകയും പ്രതിഫലം പറ്റുകയും ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് സാമ്പത്തിക പ്രവർത്തനങ്ങൾ. ജോലികളിൽ ഏർപ്പെടുന്നതിന്റെ പ്രതിഫലങ്ങൾ പറ്റണം, അതായത് കാശ്, സമ്പാദ്യം, അത് പ്രതിഫലമാണ്. അതിനെ നമ്മൾ പറ്റുകയും ചെയ്താൽ മാത്രമാണ് അതിനെ സാമ്പത്തിക പ്രവർത്തനങ്ങൾ എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ അല്ലാത്തത് തന്നെ എന്ത് പേരിട്ട് വിളിക്കാം? സാമ്പത്തികേതര പ്രവർത്തനങ്ങൾ. അതായത് പ്രതിഫലം പറ്റാതെ നിയമപരമായ സാമൂഹിക സേവനങ്ങളിൽ ഏർപ്പെടുന്നതിനെ സാമ്പത്തികേതര പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നു. ഉദാഹരണത്തിന്, നമ്മുടെ തുണി നമ്മൾ ഡ്രൈ ക്ലീനിങ് ചെയ്യുന്നു. ഒരിടത്ത് ഡ്രൈ ക്ലീനിങ്ങിന് കൊടുത്ത് അതിന് തേച്ച് മടക്കി അവർ തരുന്നു. അതിന് നമ്മൾ എന്ത് ചെയ്യുന്നു? പകരം പ്രതിഫലം കൊടുക്കുന്നു. അവർ ആവശ്യപ്പെടുന്ന തുക നമ്മൾ കൊടുക്കുന്നു. അതൊരു സാമ്പത്തിക പ്രവർത്തനമാണ്. അതേസമയം നമ്മുടെ വീട്ടിലെ അമ്മയോ ഭാര്യയോ ഒക്കെ നമ്മുടെ തുണികൾ നനച്ച് തേച്ച് മടക്കി വയ്ക്കുന്നതോ അതൊരു പ്രതിഫലത്തിന് വേണ്ടി ചെയ്യുന്ന പ്രവൃത്തിയില്ല. അങ്ങനെയുള്ള പ്രവൃത്തികളെ സാമ്പത്തികേതര പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നു. അതായത് പകരം പ്രതിഫലമൊന്നും ആവശ്യപ്പെടാതെ നമുക്ക് വേണ്ടി, മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്ന പ്രവർത്തനങ്ങളെ, സാമൂഹികപരമായി ചെയ്യുന്ന പ്രവർത്തനങ്ങളെ സാമ്പത്തികേതര പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നു. ആളുകൾ ഫ്രീ ആയിട്ട് ഫുഡ് കൊടുക്കുന്നത്, ഇതൊക്കെ സാമ്പത്തികേതര പ്രവർത്തനങ്ങളാണ്. നിയമപരവും കൂടെ ആയിരിക്കണം. ആ പോയിന്റ് എടുത്ത് എഴുതണം, നിയമപരം എന്നുള്ള വാക്ക്. അപ്പൊ സാമ്പത്തിക പ്രവർത്തനങ്ങൾ എന്നാൽ എന്ത്, സാമ്പത്തികേതര പ്രവർത്തനങ്ങൾ എന്നാൽ എന്ത് എന്ന് ചോദിക്കുക. ഇത് എഴുതാം. ഇത് തമ്മിലുള്ള വ്യത്യാസം എഴുതാം. പ്രതിഫലം പറ്റുന്നു, മറ്റേത് വന്നിട്ട് പ്രതിഫലം പറ്റുന്നില്ല. ജനങ്ങളുടെ സാമ്പത്തിക പ്രവർത്തനങ്ങൾ ശാസ്ത്രീയമായി അപഗ്രഥിക്കുന്ന സാമൂഹിക ശാസ്ത്ര ശാഖയാണ് സാമ്പത്തിക ശാസ്ത്രം അഥവാ എക്കണോമിക്സ്. എന്താണ് സാമ്പത്തിക ശാസ്ത്രം, എന്താണ് എക്കണോമിക്സ് എന്നൊരു ചോദ്യം ചോദിച്ചാൽ എന്ത് എഴുതാം? ജനങ്ങളുടെ സാമ്പത്തിക പ്രവർത്തനങ്ങൾ, അതായത് സമ്പാദ്യത്തിന് വേണ്ടി അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ശാസ്ത്രീയമായി അപഗ്രഥിക്കുന്നത്. ആ പ്രവർത്തനത്തിന് അതിൻ്റെ ഒരു ശാസ്ത്രീയ വശം ഉണ്ടായിരിക്കും. എന്തിനും ഒരു ശാസ്ത്രീയ വശം. ഡോക്ടർ സമ്പാദ്യത്തിന് വേണ്ടി ചികിത്സ ചെയ്യുന്നതിന് ഒരു ശാസ്ത്രീയ വശം ഉണ്ടായിരിക്കും. വക്കീൽ സമ്പാദിക്കുവാൻ വേണ്ടി
വാദിക്കുന്നതിൽ ഒരു ശാസ്ത്രീയ വശമുണ്ടായിരിക്കും. അപ്പോൾ ഈ സാമ്പത്തിക പ്രവർത്തനങ്ങൾക്ക് ശാസ്ത്രീയമായി അപഗ്രഥിക്കുന്ന സാമൂഹിക ശാസ്ത്ര ശാഖയാണ് സാമ്പത്തിക ശാസ്ത്രം അഥവാ ഇക്കണോമിക്സ്. ഇതിത്രയാണ് നമ്മൾ സാമ്പത്തിക ശാസ്ത്രം എന്ത് എന്ന് ചോദിച്ചാൽ എഴുതേണ്ട പോയിന്റുകൾ. അടുത്തതായിട്ട് നമുക്ക് അടിസ്ഥാന സാമ്പത്തിക വിഷയങ്ങൾ എന്താണെന്ന് നോക്കാം. എന്താണ് ഈ അടിസ്ഥാന സാമ്പത്തിക വിഷയങ്ങൾ? എല്ലാ സാമ്പത്തിക പ്രവർത്തനങ്ങളുടെയും മൂലകാരണം വിഭവങ്ങളുടെ ദൗർലഭ്യവും അവയുടെ ഉപയോഗവും തമ്മിലുള്ള ചേർച്ചക്കുറവാണ്. വിഭവങ്ങളുടെ ദൗർലഭ്യം എന്ന് വെച്ചാൽ കിട്ടാനില്ല, വിഭവങ്ങൾ കിട്ടാനില്ല. എങ്ങനെ അത് കിട്ടാനില്ല എന്ന് പറയാനുള്ള കാരണം എന്താണ്? അത് ആവശ്യപ്പെടുന്ന എല്ലാവരുടെ കൈകളിലും അത് എത്താതിരിക്കുക, അതാണ് ദൗർലഭ്യം എന്ന് പറയുന്നത്. അപ്പം കിട്ടാതെ വരുമ്പോഴും അവയുടെ ഉപയോഗം തമ്മിലുള്ള ചേർച്ചക്കുറവുമാണ്. അതായത് ആവശ്യത്തിന് റിസോഴ്സ് ഇല്ലാന്നുണ്ടെങ്കിൽ, വിഭവങ്ങൾ ഇല്ലാന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കുന്നത് കുറയ്ക്കണം. പക്ഷെ അത് ഉപയോഗിക്കുന്നത് കൂടുതലും വിഭവങ്ങളുടെ അളവ് കുറവുമാണെങ്കിൽ അതിനാണ് ചേർച്ചക്കുറവ് എന്നുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഉദാഹരണത്തിന് പെട്രോള്, ഡീസൽ മുതലായത്. ആ വിഭവങ്ങൾ എല്ലാവർക്കും കൊടുക്കത്തക്ക രീതിയിൽ കാലങ്ങളോളം അത് സുലഭമായിട്ട് കിട്ടുന്നതല്ല, അത് കുറഞ്ഞു വരികയാണ് അല്ലേ. ഭൂമിയിൽ നിന്ന് പെട്രോളിൻ്റെ അളവ് കുറഞ്ഞു വരികയാണ്. പക്ഷെ ഉപഭോക്താക്കളോ കൂടിക്കൂടി വരുന്നു അല്ലേ. എല്ലാവരും വണ്ടി എടുക്കുന്നു, അതുകൊണ്ട് അവർക്ക് എല്ലാവർക്കും പെട്രോളിൻ്റെ ഡീസലിൻ്റെ ആവശ്യമുണ്ട്. പക്ഷെ ആ ആവശ്യത്തിനനുസരിച്ച് കിട്ടുന്നില്ല, ആ വിഭവങ്ങൾ കുറയുകയാണ്. അപ്പോൾ ഇതാണ് ചേർച്ചക്കുറവ് എന്നിവിടെ ഉദ്ദേശിക്കുന്നത്. ഒന്നുകൂടെ പറയാം. എല്ലാ സാമ്പത്തിക പ്രവർത്തനങ്ങളുടെയും മൂല കാരണം വിഭവങ്ങളുടെ ദൗർലഭ്യവും അവയുടെ ഉപയോഗവും തമ്മിലുള്ള ചേർച്ചക്കുറവാണ്. അതായത് വിഭവങ്ങൾ കിട്ടാനില്ലെങ്കിൽ കുറച്ച് ഉപയോഗിക്കുക, ഒരുപാടുണ്ടെങ്കിൽ കൂടുതൽ ഉപയോഗിക്കുക. പക്ഷെ ഇത് ഇവിടെ അങ്ങനെയല്ല സംഭവിക്കുന്നത്. വിഭവങ്ങൾ കിട്ടാനില്ല, പക്ഷെ ഉപയോഗം കൂടിയാണ് നിൽക്കുന്നത്. അപ്പോൾ ചേർച്ചക്കുറവ് ഉണ്ടാവുകയാണ് അവിടെ ചെയ്യുന്നത്. ഈ വിഭവങ്ങൾ ധാരാളമാവുകയും തൽഫലമായി ദൗർലഭ്യം ഇല്ലാതാവുകയും ചെയ്താൽ അവിടെ സാമ്പത്തിക പ്രശ്നം ഇല്ലാതാവും എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഉദാഹരണത്തിന് എൻ്റെ വീട്ടിൽ ധാരാളം പാവയ്ക്ക ഞാൻ പിടിപ്പിച്ചിട്ടുണ്ട്. പാവയ്ക്ക ഇഷ്ടം പോലെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എനിക്ക് പുറത്തു പോയി പാവയ്ക്ക വാങ്ങേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. കാരണം ആവശ്യത്തിന് എൻ്റെ വീട്ടിൽ തന്നെ ആ വിഭവം കിട്ടുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് പുറത്ത് ഒരു സാമ്പത്തിക ഇടപാട് അവിടെ ഉണ്ടാവുന്നില്ല. പാവയ്ക്കയുടെ ആവശ്യത്തിനായിട്ട് ഒരു സാമ്പത്തിക ഇടപാട് അവിടെ ഉണ്ടാവുന്നില്ല. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഉദാഹരണത്തിന് ഇവിടെ പറയുന്നത് വിഭവങ്ങൾ ധാരാളമാവുകയും, അതായത് നമ്മുടെ ആവശ്യത്തിന് വിഭവങ്ങൾ ധാരാളമായി ഉണ്ടെങ്കിൽ തൽഫലമായി ദൗർലഭ്യം ഇല്ലാതാവുകയും ചെയ്താൽ അവിടെ സാമ്പത്തിക പ്രശ്നം ഇല്ലാതാകും. അതുകൊണ്ട് അവിടെ ഒരു സാമ്പത്തിക പ്രശ്നം ഇല്ലാതാകും. കാരണം നമുക്ക് ചുറ്റും നമ്മുടെ വിഭവങ്ങൾ ആവശ്യത്തിന് കിട്ടുന്നുണ്ടെങ്കിൽ നമുക്കത് സാമ്പത്തികമായ രീതിയിൽ അതിനെ കൈകാര്യം ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ആവശ്യത്തിന് വിഭവങ്ങൾ നമുക്കുണ്ട്. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി സാമ്പത്തിക പ്രശ്നങ്ങൾ ഉരുത്തിരിയുന്ന രീതിയും അവയുടെ പരിഹാരത്തിലേക്കുള്ള മാർഗങ്ങൾ, ഇത് ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അതായത് എന്തൊക്കെയാണ് സാമ്പത്തിക പ്രശ്നങ്ങൾ, എങ്ങനെയാണ് ഉരുത്തിരിയുന്നത്, ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ഒന്നാമത്തെ പോയിന്റായിട്ട് നമുക്ക് എന്ത് ചെയ്താൽ, മനുഷ്യന്റെ ആവശ്യങ്ങൾ അനന്തമാണ്. അനന്തം എന്ന് ഉദ്ദേശിക്കുന്നത് പരിമിതമല്ല, അവൻ കിട്ടുന്നത് കൊണ്ട് തൃപ്തിപ്പെടുന്നതല്ല. കാരണം അവന് വീണ്ടും വീണ്ടും ആവശ്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഉദാഹരണത്തിന് ഒരു സൈക്കിൾ വേണമെന്ന് ഒരാഗ്രഹം കൊണ്ട് ഒരാൾ ഒരു സൈക്കിൾ മേടിക്കുമ്പോൾ കുറേ കഴിയുമ്പോൾ ബൈക്ക് വേണമെന്ന് തോന്നും, ബൈക്ക് മേടിച്ച് കഴിയുമ്പോൾ കാറ് വേണമെന്ന് തോന്നും. അപ്പോൾ അവരുടെ ആവശ്യങ്ങൾ അനന്തമാണ്, ഒന്നിലൊതുങ്ങുന്ന ഒരു സ്വഭാവമല്ല മനുഷ്യൻ്റേത്. ഒരു ആവശ്യം നിറവേറ്റി കഴിഞ്ഞാൽ അടുത്ത ആവശ്യം ഉടലെടുക്കും. അത് ഞാനിപ്പോൾ പറഞ്ഞ കാര്യമാണ്. ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്തുവാനുള്ള വിഭവങ്ങൾ മനുഷ്യരുടെ കൈകളിൽ പരിമിതമാണ്. കാരണം എല്ലാവർക്കും തൃപ്തിപ്പെടുത്താനായിട്ടുള്ള വിഭവങ്ങൾ ഭൂമിയിലില്ല. അതുകൊണ്ട് അത് പരിമിതമാണ്, കിട്ടാൻ കുറവാണ്. പരിമിത വിഭവങ്ങൾക്ക് ധാരാളം ഉപയോഗങ്ങൾ ഉണ്ട് അല്ലേ. ഒരു വസ്തു പരിമിതമാണെങ്കിൽ അതിൻ്റെ ആവശ്യമായിരിക്കും ഏറ്റവും കൂടുതലായിട്ട് വരിക. കടകളിൽ കിട്ടാൻ ചാൻസ് കുറവ്, കിട്ടാൻ കുറവുള്ള ഒരു പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ ആ പ്രോഡക്റ്റിനായിരിക്കും ആവശ്യക്കാർ കൂടുക. അപ്പോൾ അനന്തമായ ആവശ്യങ്ങളും പരിമിതമായ വിഭവങ്ങളും തമ്മിൽ പൊരുത്തക്കേട് അല്ലേ. ആവശ്യങ്ങൾ അനന്തമാണ്, പക്ഷെ വിഭവങ്ങൾ പരിമിതമാണ്. അപ്പോൾ അവ തമ്മിൽ ഒരു പൊരുത്തക്കേട് ഉണ്ടാകുന്നു. ഈ പൊരുത്തക്കേട് ചില ആവശ്യങ്ങൾ ബലി കഴിക്കാൻ ഉപഭോക്താവിനെ പ്രേരിപ്പിക്കുന്നു. ആവശ്യങ്ങളെ ബലി കഴിക്കാൻ, ഉദാഹരണത്തിന് ഒരാൾക്ക് സ്വർണ്ണ കൊലുസാണ് ആവശ്യം. പക്ഷേ ആ സ്വർണ്ണ കൊലുസിന് വാങ്ങാനുള്ള സാമ്പത്തിക ശേഷിയില്ലെങ്കിൽ അയാൾ ആ ആവശ്യത്തിന് ബലി കഴിപ്പിച്ചുകൊണ്ട് എന്ത് വാങ്ങും? പകരം വെള്ളിക്കൊലുസ് വാങ്ങും. കൊലുസ് എന്നുള്ള അയാളുടെ ആവശ്യത്തിന് വെള്ളിക്കൊലുസിൽ അയാൾ പരിമിതപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. കാരണം സ്വർണ്ണ കൊലുസ് വാങ്ങാനുള്ള സാമ്പത്തിക ശേഷിയില്ല. അപ്പോൾ ഈ അനന്തമായ ഈ ആവശ്യങ്ങളെ എന്താണ് മനുഷ്യൻ ചെയ്യുന്നത്? ബലി കഴിക്കുകയാണ് ചെയ്യുന്നത്. ഈ പൊരുത്തക്കേട് ചില ആവശ്യങ്ങൾ ബലി കഴിക്കാൻ ഉപഭോക്താവിനെ പ്രേരിപ്പിക്കുന്നു.
അതായത് നമ്മളൊരു 5 സാധനങ്ങൾ വാങ്ങിയിരുന്നു, പക്ഷെ അതിൻ്റെ കാശ് കൊടുക്കാൻ പോകുമ്പോഴത്തേക്ക് നമ്മൾ കൈവശമുള്ള കാശിനെക്കാട്ടി കൂടുതലാവുന്നു. അപ്പോൾ അതിലേതെങ്കിലും ഒരു സാധനം, അതിലേതാണോ നമുക്ക് അത്യാവശ്യമല്ലാത്ത അത് ആ ഒരു സാധനത്തെ മാറ്റി വെച്ചിട്ട് ബാക്കി 4 സാധനങ്ങളെ നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന കാശിനുള്ളിൽ വാങ്ങാൻ ശ്രമിക്കുന്നു. അപ്പോൾ അവിടെ ഒരു വസ്തു, ഒരു പ്രോഡക്റ്റ് നമ്മൾ അവിടെ ബലിയേൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഏത് ആവശ്യം പരമപ്രധാനമായി നിറവേറ്റണം എന്നത് തിരഞ്ഞെടുക്കേണ്ടി വരുന്നു. ഞാൻ ഈ പറഞ്ഞതുപോലെയാണ്, നമ്മൾ 5 സാധനങ്ങൾ വാങ്ങുന്നുണ്ടെങ്കിൽ അതിൽ നമ്മുടെ കയ്യിലുള്ള സാമ്പത്തിക ശേഷി ഈ 5 വാങ്ങാനുള്ളത് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആരെയാണോ അവിടെ പരിമിതപ്പെടുത്തേണ്ടത്, നമ്മൾ ആവശ്യത്തിനനുസരിച്ച് മാറ്റും. നമ്മൾ ഏതിനാണ് ഉപേക്ഷിക്കുന്നത് അതായിരിക്കില്ല മറ്റൊരാൾ ഉപേക്ഷിക്കുന്ന വസ്തു. ഓരോരുത്തരും അവരുടെ ആവശ്യം ഏതാണോ അത് എടുത്തിട്ട് ബാക്കിയെ ബലികഴിപ്പിക്കുകയാണ് അവിടെ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ഈ അവസരത്തിൽ ഉപഭോക്താവ് അദ്ദേഹത്തിന് ഏറ്റവും അധികം സംതൃപ്തി തരുന്ന സാധനങ്ങളും സേവനങ്ങളും തിരഞ്ഞെടുക്കാൻ ബാധ്യസ്ഥനാകുന്നു. അതാണ് അവിടെ പറയുന്നത്. അതായത് നമുക്ക് കുറേ ആവശ്യങ്ങളുണ്ട്, ആ ആവശ്യങ്ങളെല്ലാം നിറവേറ്റാൻ പറ്റാത്തതാകുമ്പോൾ ഇതിൽ എന്തൊക്കെ ആവശ്യങ്ങളാണ് നമ്മളെ കൊണ്ട് സാധിക്കുന്നത് അത് മാത്രം തിരഞ്ഞെടുക്കുകയും ആ സേവനങ്ങൾ മാത്രം തിരഞ്ഞെടുക്കുകയും ബാക്കിയെല്ലാം പരിമിതപ്പെടുത്തുവാനും നമ്മൾ ശ്രമിക്കുന്നു. ഇതാണ് അടിസ്ഥാന സാമ്പത്തിക വിഷയങ്ങളിൽ നിങ്ങൾ എഴുതേണ്ട പോയിന്റുകൾ.